ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള അത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നല്ല ചൂടായ ഒരു പാനിലേക്ക് ഏകദേശം 1.5 സ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ല രീതിയിൽ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മാറ്റാം. അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ മുന്തിരിയൊക്കെ കരിഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ കൂടിയിട്ട് നെയ്യിലിട്ടിട്ട് ഒരു ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ സേമിയയുടെ കളറൊന്ന് മാറി കിട്ടും. അത് ബ്രൗൺ ഷെയ്ഡിലാവുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ പാനിലേക്ക് തന്നെയാണ് ഒരു 5 സ്പൂണോളം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്മിലായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ മാത്രമേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാരമലൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മധുരത്തിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 4 സ്പൂണോളം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടൈമിലും നമ്മുടെ തീ ഏറ്റവും സിമ്മിലായിരിക്കണം വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് യോജിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം നമ്മൾ നല്ല വെട്ടി തെളിച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്തതും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പെട്ടെന്ന് കട്ടിയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, പാല് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. തണുത്ത പാലോ അതുപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലോ എടുക്കാതെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പാലൊന്ന് ചൂടായി ഒന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമുക്ക് ഇതിലെ മെയിനായിട്ടുള്ള കാര്യം. ഇതിലൊന്ന് തിള പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വിടാതെ വേണം കേട്ടോ ഇളക്കാനായിട്ട്. അതല്ല നമ്മൾ സേമിയ വേവട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലിൽ പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ സ്ട്രക്ചർ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം കൈ വിടാതെ ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോഴാണ് കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് പായസം. സേമിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ മാത്രം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഒരു 4 സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മധുരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.